സ്പെഷ്യൽ. ഇത് നമ്മൾ ഒരു ആന്ധ്രയിലെ ട്രഡീഷനാണ്. നാളെ ഇവിടുത്തെ ഭോഗിയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഭോഗി പണ്ടകയ്ക്ക് ബോൺഫയർ ചെയ്യുന്നുണ്ട് അവർ. എന്ന് വെച്ചാൽ വീടെല്ലാം ക്ലീൻ ചെയ്തിട്ട് പഴയ സാധനങ്ങളെല്ലാം അവർ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ കത്തിക്കുന്നതിനകത്ത് വെള്ളത്തിലാണ് അവർ കുളിക്കുന്നത്, വെള്ളം വെച്ച് കുളിക്കും. അപ്പോൾ അതിൻ്റേതാണ് നാളെ രാവിലെ ഇവർ കത്തിക്കത്തുള്ളൂ. അതിൻ്റെ എല്ലാമാണ് ഈ കാണുന്നത്. പലയിടത്തു നിന്ന് അവർ തടികളെല്ലാം ശേഖരിച്ച് നേരത്തെ വെച്ചേക്കും ഈ ഒരു ദിവസത്തേക്ക്. കാരണം നാളെയാണ് ഭോഗി പണ്ടക എന്ന് പറയുന്നത്. അപ്പം മറ്റന്നാൾ ഇനിയുണ്ട് കുറേ പണ്ടകളുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങളെ നാളെ എന്തൊക്കെ നടക്കുന്നുള്ളത് കാണിക്കാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 9 മണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 9 മണിക്ക് ഇറങ്ങിയെങ്കിലും 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 10 മണിയായിട്ടും നല്ല ബ്രാൻഡഡും അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസ് എല്ലാം ഓപ്പൺ ആണ്. നല്ല ബിസിയാണ്. പാർക്കിംഗ് എല്ലാം 2 ലൈൻ കഴിഞ്ഞ് 3ാമത്തെ ലൈനിലും പാർക്കിംഗ് ആണ്. ഇവിടുത്തെ എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫെസ്റ്റിവൽ തന്നെ ഒരു 3-4 ദിവസം ഇവർ സെലിബ്രേറ്റ് ചെയ്യും. ഈ 3-4 ദിവസം അവർ പുതിയ പുതിയ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഷോപ്പുകളൊക്കെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളും വന്നതിന് ശേഷം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നേരത്തെ എന്ന് വെച്ചാൽ ഇവിടെ തയ്യക്കാരുടെ അടുത്ത് പോയി ഇരുന്ന് ക്യൂ ആണ്, പോയി ഇരുന്ന് തയ്പ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാതര ബ്രാൻഡഡും അൺബ്രാൻഡഡ് ഷോപ്സ് എല്ലാം വന്നപ്പം ആൾക്കാരെല്ലാം നേരിട്ട് വാങ്ങിക്കാനുള്ള ഇതിലാണ്. കാരണം ഇപ്പം തയ്യക്കാർക്ക് വലിയ ഡിമാൻഡില്ല. അപ്പം ഇപ്പം നമുക്ക് കാണാം എല്ലാ ഷോറൂമുകളും ഇപ്പോൾ ഒരു 10-11 മണിയാണ്. ഞങ്ങൾ ഈ മെയിൻ റോഡെല്ലാം ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങി നോക്കി. അന്നേരം കാണുന്ന എല്ലാ ഷോപ്പുകളെല്ലാം ബിസിയാണ്. നമുക്ക് പാർക്കിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്തും ഇതുപോലെ റഷാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ ഒരു ഫെസ്റ്റിവൽ എന്ത് കാര്യമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് സ്മാർട്ട് സിറ്റി കോർപ്പറേഷനിലാണ്. അപ്പോൾ ഇനിയും നമുക്ക് മുമ്പോട്ട് നിങ്ങൾ പോകുമ്പം ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോക്കുമ്പോൾ തന്നെ കാണാം ഫുൾ റഷാണ് കേട്ടോ. പാർക്കിംഗ് ഇല്ല. 2nd ലൈൻ കഴിഞ്ഞ് 3rd ലൈൻ വരെ ഇങ്ങനെ പാർക്കിംഗ് വെച്ചേക്കാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ഫെസ്റ്റിവൽ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരേപോലെ. എന്ന് വെച്ചാൽ പാവങ്ങളെന്നോ പണക്കാരനെന്നോ അങ്ങനൊന്നുമില്ല. എല്ലാ ആൾക്കാരും ഒരേപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. സിറ്റിയിൽ നിന്ന് നമ്മൾ ഒരു ഗ്രാമത്തിലേക്ക് എൻ്റർ ആയിക്കുവാണ്. അപ്പം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു റിക്ഷ പോകുന്നുണ്ട്, അതിൽ കുറച്ച് വുഡ് പോകുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോൾ കുറച്ച് പിള്ളേർ നല്ല അടിപൊളി ഡാൻസും പാട്ടും വെച്ച് കുറച്ച് പിള്ളേർ ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഗല്ലി ബോയ്സ് എല്ലാം കൂടെ DJ ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അവർ ഈ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്ത് വന്ന് നോക്കിയപ്പോൾ ഫുൾ അവർ എന്തോ പറയണ്ടേ, ഫുൾ എൻജോയ്മെൻ്റ് ആണ് അവരുടെ ആ ഒരു പ്രായത്തിൽ. കൊച്ചു പിള്ളേരാണ് കേട്ടോ. ഫുൾ ഡാൻസും പാട്ടും അവരുടേതായ രീതിയിൽ അവർ എൻജോയ്മെൻറ്റ്. അപ്പം ഫുൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അവിടെ ഒരു നല്ലൊരു ഇതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന വഴി നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടി ഇരിപ്പുണ്ട്. ആ പാട്ടും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ആ ഒരു സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആ ഏജിൽ ആ പിള്ളേർ കളിക്കുന്ന ആ ഒരു ഡാൻസ് രസമുണ്ട് കാണാനായിട്ടൊക്കെ. അപ്പം ഇതൊക്കെ ഒരു പ്രത്യേക ഒരു എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും കാണത്തില്ല. കാരണം രാത്രിയിലൊക്കെ സമയങ്ങളിൽ നമ്മളാരും പുറത്തിറങ്ങാറില്ല. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഫുള്ള് എൻജോയ്മെൻ്റ് ആണ് ആ സ്ട്രീറ്റ് മൊത്തം. പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു എൻജോയ്മെൻറ്റ് മാത്രമല്ല, പിള്ളേർക്കൊരു എന്ന് വെച്ചാൽ ഒരു മെൻ്റലി ഒരു നല്ലൊരു ഫ്രഷ്നെസ് ആണ്. കാരണം ഇപ്പം പഠിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേർക്ക് ഇതൊരു മൈൻഡ് ഒരു ഫ്രഷ് ആകാനായിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ നല്ലൊരു ഹെൽപ്പാണ്. തിരിച്ച് പാൻ ചെയ്തെടുത്തപ്പം അവിടെ തന്നെ ഒരു ചെറിയ കൊച്ച് കേട്ടോ ഇരുന്ന് കോലം വരയ്ക്കുന്നു. അപ്പം ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം പിള്ളേരുടെ ഒരു ആർട്ട് ഫോമാണ്. പിള്ളേർക്കും അതൊരു ഇൻട്രസ്റ്റ്. കാരണം പണ്ട് കാലത്തൊക്കെ വലിയവരൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചതാണ് ഈ ആർട്ട് ഫോം, ഈ കോലം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ. അപ്പം ഇത് ആ കുഞ്ഞ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു. ഇപ്പം നമുക്ക് വേറൊരു സൈക്കിൾ റിക്ഷ പോകുന്ന കാണുന്നുണ്ട്. അതിനകത്ത് വുഡുണ്ട്. ഇത് ഞാൻ കാണിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒരു കോലം കണ്ട് ഞാൻ ഇൻട്രസ്റ്റോടുകൂടി ഇറങ്ങി അവരോട് ചോദിച്ചു. അപ്പോൾ ഇവർ തെലുങ്കിൽ ഭോഗി സംക്രാന്തി ഇങ്ങനെ വിഷസ് എഴുതിയിട്ടുണ്ട് തെലുങ്കിൽ തന്നെ.
ഇതെന്ന് വെച്ചാൽ ഇവര് നമുക്ക് ഈ താഴെ ഭാഗം നല്ല ബ്ലാക്ക് ആയിട്ട് കാണുന്നെങ്കിൽ അതെന്താന്ന് വെച്ചാൽ ചാണക വെള്ളം തളിക്കും ഇവര്. ഇത് ഇങ്ങനെ ചാണകവെള്ളം തെളിച്ചതിന് ശേഷമാണ് ഇതിന്റെ മുകളിൽ കോലം വരയ്ക്കുന്നത്. ഈ കോലം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അരിപ്പൊടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഈ അരിപ്പൊടി അതുപോലെ നമ്മുടെ ഈ കോലം വരയ്ക്കാൻ കിട്ടുന്ന പൊടിക്ക് ചുണ്ണാമ്പിന്റെ പൊടിയും കൂടാണ്. അപ്പം ഈ അരിപ്പൊടി കൊടുക്കുന്നത് വെച്ചാൽ ഈ ഉറുമ്പുകൾ അങ്ങനെ സൂക്ഷ്മ ജീവികൾക്കും ഇതുപോലെ ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ അതിന് ഫുഡ് ദാനം ചെയ്യുന്ന ഇതാണ് അവർ പറയുന്നത്. അതിനാണ് അരിപ്പൊടി ഉപയോഗിച്ച് അവർ കോലം വരയ്ക്കുന്നത്. അതുപോലെ ചുണ്ണാമ്പിന്റെ പൊടികൾ ഉപയോഗിച്ച് കോലം വരയ്ക്കുന്നത് വെച്ചാൽ ഈ കൃമികൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചാണകവെള്ളം തളിക്കുന്നതും ഇതുപോലെ കോലം വരയ്ക്കുന്നതൊക്കെ. അവരൊരു ശുദ്ധി കാണിക്കുന്നതാണ്. ഇത് ഒരു മാസം ഇവരിങ്ങനെ തന്നെ ചെയ്യും. ചാണകവെള്ളം തെളിച്ച് നല്ല രീതിയിൽ വീടിന്റെ മുറ്റത്തെല്ലാം നല്ല ഭംഗിയായിട്ട് നീറ്റാക്കി വെച്ച് കോലമൊക്കെ വരച്ച് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഒരു അത്ഭുതം തന്നെയാണ് നമുക്ക് കാണാൻ കിട്ടിയത്. ഇതുപോലെ നമ്മൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഇങ്ങനെ വീടുകളിൽ മുറ്റത്ത് നമുക്ക് നോക്കാം. ഇതൊക്കെ രാത്രി സമയങ്ങളിലാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഒരു ശല്യവും ഇല്ല, വണ്ടിയുടെ ശല്യവും ഇല്ല. ഇത് നമ്മൾ വേറെ ഒരു സ്ട്രീറ്റിൽ പോയപ്പോൾ കണ്ടതാണ്. ഇത് നല്ല രസമുണ്ട്. ആ സ്ട്രീറ്റ് മൊത്തം ഓരോ വീടിന്റെ മുമ്പിലും പല കോലങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കോലത്തിനും ഓരോ സ്റ്റോറീസ് ഉണ്ട്. അത് കളേഴ്സ് പോലും അതിനൊരു സെപ്പറേറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവർ കൈകൊണ്ട് വരയ്ക്കുന്നതാണ്. ഇതെല്ലാം കണ്ടില്ലേ. നമുക്കിവിടെ നോക്കുമ്പോൾ മുമ്പേ കൊണ്ടുപോയ തടിയാണ്. ഇങ്ങനെ ഓരോ സ്ട്രീറ്റിന്റെ കോർണറിലും തടി കൂട്ടിയിട്ട് അതിന് ചുറ്റും കോലം വരച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. അപ്പോൾ ഈ മുമ്പ് റിക്ഷയിൽ പോയ തടികളാണ് ഇങ്ങനെ ഓരോ സ്ട്രീറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോൾഡ് സീസണിലാണ് ബാക്ടീരിയം വൈറസും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിന് നമ്മൾ എന്തെന്ന് വെച്ചാൽ അവര് ചാണകവെള്ളം തളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ഒക്കെ കില്ലാവും. അത് മാത്രമല്ല ഇതിന് യൂസ് ചെയ്യുന്നത് ചാണകം ഇത് ഇവർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ബോളായിട്ടൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ വൈറസ് ഒക്കെ ഒന്നും വീട്ടിനുള്ളിലേക്ക് വരാതിരിക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കഴിയുമ്പം ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പം അതിൽ നിന്ന് വൈറസ് ഒക്കെ സ്പ്രെഡ് ആവും. അതാകാതിരിക്കാനാണ് ഇവർ ചാണകവെള്ളമൊക്കെ തളിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരത്തെ കണ്ട മുക്കെന്ന് വെച്ചാൽ ഈ കോലം എന്ന് വെച്ചാൽ പൊടി ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് തൊട്ട് സൈഡിൽ തന്നെ ഇവർ കളർ ഉപയോഗിക്കുന്നുണ്ട്. കളർ ഉപയോഗിച്ച് ആദ്യം അവർ വരയ്ക്കും. വരച്ചതിന് ശേഷം കളർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അവർ കണ്ടില്ലേ, പെയിന്റ് ഉപയോഗിച്ചാണ് അവർ പെയിന്റ് ചെയ്യുകയാണ് ഈ സൈഡിൽ. ഇങ്ങേ സൈഡ് നമ്മൾ കണ്ടത് ഈ കാണുന്നത് പൊടി ഉപയോഗിക്കുന്നത്. ഇപ്പുറത്ത് പെയിന്റിൻ്റെയാണ് അവർ ചെയ്തു വരുന്നത്. ഇതാകുമ്പോൾ കുറച്ച് നാളിങ്ങനെ കിടക്കും. നല്ല വീണ്ടും മുറ്റത്ത് സ്ഥിരമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഈ പെയിന്റ് ഉപയോഗിച്ച് അവർ ഇങ്ങനെ പൂക്കളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തടികൾ കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 11:30 ആയിട്ടുണ്ട്. അപ്പോൾ റോഡിൽ ഇപ്പം തടികളെല്ലാം അവർ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ മെയിൻ റോഡാണ് കേട്ടോ. ഇതുപോലെ പല റോഡുകളിലും ഇതുപോലെ തടികളൊക്കെ ഇവർ ശേഖരിച്ച് രാത്രിയിൽ സെറ്റ് ചെയ്യും. പിറ്റേ ദിവസം ബോഗിയാണ്. അന്നേരം കത്തിക്കും. എന്ന് വെച്ചാൽ വെളുപ്പിനെ അവർ കത്തിക്കുന്നത് 3:30-4 മണിയാകുമ്പോൾ കത്തിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ആന്ധ്രയിൽ ഫുള്ള് ഇതിപ്പം ഈ ഒരു പണ്ടക ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഇതാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ബോഗി പണ്ടക എന്നാണ് ഇതിന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ബോൺ ഫയർ ആണ്. ഇതിന് മുമ്പ് നമുക്ക് തടികളെല്ലാം ശേഖരിച്ച് വെക്കണം. അപ്പം പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇതുപോലെ കാണാം. പല ഏരിയയിലും ഇതിപ്പോൾ ഒരു മെയിൻ റോഡാണ്, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ഇവർ ഫയർ കത്തിക്കാനായിട്ട് വെക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ തടികൾ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഷോപ്പാണ്. അപ്പോൾ ഇവിടെ 11:30 കഴിഞ്ഞിട്ടും ആൾക്കാർ ബൈക്കും ട്രക്കും മിനി വണ്ടിയായിട്ടൊക്കെ വന്നേക്കാണ് ഈ തടികളൊക്കെ വാങ്ങിക്കാനായിട്ട്. റിക്ഷയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ തടികൾ അവർ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ ആൾക്കാരല്ല, പലയിടത്തു നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. വന്നിട്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഇത് തടി വിൽക്കുന്ന കടകളാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം പല തടികളുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോകാം. അതിൻ്റെ റേറ്റ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് മരങ്ങളുടെ റൂട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഈ റൂട്ട് എന്ന് വെച്ചാൽ മാവിൻ്റെ അതുപോലെ നല്ല ഔഷധ ഗുണമുള്ള തടികൾ യൂസ് ചെയ്താണ് ഇത് കത്തിക്കുന്നത്.
അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴിക്ക് നോക്കിയപ്പോൾ മെയിൻ സെൻറ്ററിൽ വലിയൊരു കൂട്ടമായിട്ടാണ് തടി വെച്ചേക്കുന്നത്, കണ്ടില്ലേ? നല്ല പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് തന്നെ ഗാന്ധി പാർക്കുണ്ട്. അപ്പോൾ അതൊരു സെൻറ്ററാണ് കേട്ടോ, മെയിൻ റോഡിൻ്റെ സ്ഥലമാണ്. അപ്പം ഇവിടെ ഒത്തിരി മെയിൻ ഇപ്പം കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് വെച്ചേക്കുന്നത് ഈ സെൻറ്ററിലാണ്. അപ്പോൾ ഇത് അവർ വെളുപ്പിനെയാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആണ്. അപ്പോൾ പോകാനായിട്ട് തിരിഞ്ഞപ്പം വലിയ ഒരെണ്ണം, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നല്ല നീറ്റായിട്ട് കോലമൊക്കെ വരച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും രാവിലെ വരണമല്ലോ, ഇപ്പം ഇത്രയും ലേറ്റായി, രാവിലെ വരണം എന്നുള്ള സ്പീഡിൽ പോകുമായിരുന്നു. അന്നേരമാണ് ഇത് നമ്മുടെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു നമുക്ക് കാണാനായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നല്ല നീറ്റായിട്ട് അവർ കോലമൊക്കെ വരച്ച് അവരുടെ ആ ഇൻട്രസ്റ്റ് ഒക്കെ ഒന്ന് കാണണം. ഇവിടുത്തെ ഒരു ട്രഡീഷനാണ്, കണ്ടില്ലേ? ഇതൊക്കെ അലങ്കരിച്ചേക്കാണ്. നമ്മുടെ പൊങ്കൽ ഫെസ്റ്റിവലാണ് വരുന്നത്, സംക്രാന്തി പൊങ്കൽ ഫെസ്റ്റിവലാണ്. അതിവർ അലങ്കരിച്ച് വെച്ചേക്കാണ്. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് അലാറം വെച്ചെങ്കിലും എണ്ണിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എന്തായാലും 5 മണിക്ക് എണ്ണീറ്റ് അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫയർ തുടങ്ങിക്കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം തുടങ്ങി. അപ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ രാത്രിയിൽ കണ്ട തടി ശേഖരിച്ച് വെച്ചിരുന്നില്ലേ, അതിപ്പോൾ അവർ കത്തിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഇവർ കത്തിക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മാവ് അതുപോലെ ഔഷധ ഗുണങ്ങളുള്ള ഇത് വെച്ചാണ് കത്തിക്കുന്നത്. ഇവിടെ ഒരു ഫാമിലി ട്രഡീഷനാണ് കാണുന്നത്, ഒരു ഫാമിലി നിന്ന് അവർ ഇത് കത്തിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ കോളനി കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരു കോളനി മൊത്തം അവരിങ്ങനെ കത്തിച്ചേക്കാണ്. അപ്പോൾ ആ വീടുകളിലും കോളനി അപ്പാർട്ട്മെൻറ്റിലുള്ളവരെല്ലാം താഴെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരാൾ മാത്രമല്ല, ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒരു കോളനിയിലാണെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടാണ് കത്തിക്കുന്നത്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആ കോളനി ഫുള്ള് നമുക്ക് നേരിട്ട് നോക്കാമെങ്കിൽ എല്ലാ ഏരിയയിലും ഓരോ അപ്പാർട്ട്മെന്റ് വീട് എല്ലാ ഏരിയയിലും നമുക്കിങ്ങനെ ഇവർ ബോൺഫയർ ചെയ്തേക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു യൂണിറ്റി ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ മാത്രമല്ല, എല്ലാ ആ ഏരിയയിൽ എത്ര പേരുണ്ടോ അവരെല്ലാം പ്ലാൻ ചെയ്ത് തടി വാങ്ങിച്ച് ഇതുപോലെ അവർ ക്യാമ്പ് ഫയർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കാണാം ഇതെല്ലാം അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടാണ്. ആൾക്കാർ ഇറങ്ങി കത്തിക്കുന്നതിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതെല്ലാം. നമുക്ക് ഇങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം കാണാം. ആ ഒരു സ്ട്രീറ്റ് മൊത്തം ഇത് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പല ഏരിയയിൽ രണ്ട് സൈഡിലായിട്ട് ഇവരിങ്ങനെ കത്തിക്കുന്നത്. ബോഗി ഫയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തടികളെന്ന് വെച്ചാൽ ഔഷധ ഗുണമുള്ള തടികളാണ്. മാവ് ഇങ്ങനെയുള്ള ഔഷധ ഗുണമുള്ള തടിയുടെ വേരുകളാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് 10 ഗ്രാം പശു നെയ്യും അതുപോലെ തന്നെ അവർ ഉണങ്ങിയ ചാണകം ഉണങ്ങിയതും കൂടെ ഇട്ടാണ് അവർ കത്തിക്കുന്നത്. ഈ 10 ഗ്രാം നെയ്യിൽ നിന്നും 1 ടൺ ഓക്സിജനാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോൾഡ് സീസണിൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറാനായിട്ട് ഈ ഒരു എയർ നമ്മൾ ഈ പശുവിൻ്റെ നെയ്യും അതുപോലെ തന്നെ ഉണങ്ങിയ ചാണകവും ഇട്ട് കത്തിക്കുമ്പോൾ ആ വരുന്ന ഓക്സിജന് ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറാനായിട്ട് നല്ലതാണെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ ഇപ്പോൾ കാണാം നമുക്ക് ഒരു ഫാമിലി മൊത്തം പുറത്തുണ്ട്. അവർ ഇട്ട ഫയറാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് അത് അവരുടെ ഒരു ആചാരമാണ്. അപ്പോൾ വെളുപ്പിനെയാണ് റെയിൽവേ ക്രോസ് നമ്മൾ കടന്നാണ് പോകുന്നത് ഇനിയും. അപ്പോൾ ഇത് കടന്നേച്ച് നമുക്ക് ഇപ്പോൾ റെയിൽവേ പണിക്കാരെല്ലാം ഉണ്ട്, എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് അടുത്ത ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം എല്ലാം കാലിയാണെന്ന് വെച്ചാൽ വെളുപ്പിനെ ആയതുകൊണ്ട് നല്ല നിശബ്ദതയാണ്, വലിയ ട്രാഫിക്കിൻ്റെ ശല്യവും ഇല്ല. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം വേറൊരു ഫയർ പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ട് പോകുന്നിടത്തും നമുക്ക് കാണാൻ പറ്റൊരു കോളനിയുടെ സെൻട്രൽ ഭാഗമാണ്. റോഡിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി വന്ന്, കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജാതി മതം ഒന്നും നോക്കത്തില്ല. എല്ലാവരും ഈ ഒരു ഫെസ്റ്റിവൽ ഒരേപോലെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഫെസ്റ്റിവലും ഇവിടെ എല്ലാവരും ഒന്നിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം കുഞ്ഞു പിള്ളേർ ഷട്ടിൽ കളിക്കുന്നുണ്ട്. കാരണം അത്ര ഫ്രീ ആണ് റോഡെല്ലാം. ഫെസ്റ്റിവൽ ആയതുകൊണ്ട് വലിയ, കാരണം എല്ലാം അവധി ആയതുകൊണ്ട് നമുക്ക് ഓണത്തിനൊക്കെ 10 ദിവസം നാട്ടിൽ അവധി കിട്ടുന്ന പോലെ ഈ ഒരു സംക്രാന്തി പൊങ്കൽ സമയത്താണ് ഇവിടെയും അവധി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാമെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫയറൊക്കെ ഒന്ന് കത്തി ശമിച്ചു. ഇനിയും നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം പല ഏരിയയിലും ചെറിയ ഫയറുകളും ഉണ്ട്, വലുതുമുണ്ട്. ഇവിടെ നമുക്ക് നന്നായിട്ട് കോലങ്ങൾ ഓരോരുത്തർ വരച്ചത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഫയറിന് ചുറ്റും അവരിങ്ങനെ കോലം വരച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം വലിയൊരു ഫയറാണ്. നമ്മൾ രാത്രി കണ്ട അതേ ഇതാണ് കണ്ടോ. അതിപ്പോൾ കത്തിച്ച് അവർ നമ്മൾ രാത്രി കണ്ട സെൻറ്ററാണിത്. ഈ സെൻറ്ററിൽ വന്ന് നമ്മൾ നോക്കാമെങ്കിൽ ഇത് ഫയർ കത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വെളുപ്പിനെ ഞാൻ പറഞ്ഞു 3:30-4 ആകുമ്പോൾ ഇവർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ വരാനായിട്ട് ഇച്ചിരി ലേറ്റായി, എന്നാലും നമുക്ക് എന്തായാലും കാണാൻ പറ്റി. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാമെങ്കിൽ ഇവിടെ ഒരു കലം കാണുന്നുണ്ട് അല്ലേ. ഇവിടുത്തെ ഒരു ആചാരമാണ് ഈ കത്തിക്കുന്ന ഇതിൽ തന്നെ നമുക്ക് വെള്ളം ചൂടാക്കി കുളിക്കുക എന്നുള്ളത്. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ ഭയങ്കര ചൂടാണ്, കാരണം അത്ര തടികളും അത്ര ഹെവി ആയിട്ടുള്ള ഫയറായിരുന്നു. അപ്പോൾ ഇവിടെ വെള്ളം ചൂടാക്കി വെക്കുന്നുണ്ട് ആൾക്കാർ. ആദ്യ വെള്ളത്തിലാണ് അവരെല്ലാം കുളിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ വിറകൊക്കെ വെക്കുന്ന കണ്ടു. അപ്പോൾ ഇന്ന് രാവിലെ അവർ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്, കാണാമല്ലോ.
ഒരു റീസൺ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഔഷധ ഗുണമുള്ള തടികളാണ്. ഇതെന്ന് വെച്ചാൽ വീട്ടിലെ ഓൾഡായിട്ടെന്ന് വെച്ചാൽ പഴയ കട്ടിൽ അങ്ങനത്തെ ഉള്ള ഫർണിച്ചറുകളാണ് ഇപ്പം എല്ലാവരും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയർ ഇടാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ വീടെല്ലാം ക്ലീൻ ചെയ്തിട്ട് പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മുടെ കൃഷി കഴിഞ്ഞിട്ട് അതിന് വരുന്ന വേസ്റ്റ് സാധനങ്ങൾ എന്ന് വെച്ചാൽ ശേഷഭാഗങ്ങൾ കൊയ്ത് കഴിഞ്ഞിട്ടുള്ളതൊക്കെയാണ് അവർ കത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ മോഡേൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വീട് എല്ലാം ക്ലീൻ ചെയ്യുമ്പം ഫർണിച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ ഓൾഡ് ഫർണിച്ചേഴ്സ് എല്ലാം ഇട്ടാണ് കത്തിക്കുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഒരു ചാണകം ഉണക്കി നമ്മുടെ വടയില്ലേ ആ ഒരു ഷേപ്പിലാക്കി മാല പോലെ ആക്കുന്നുണ്ട്. കണ്ടില്ലേ, അത് ഈ ഫയറിലിട്ട് കത്തിക്കുകയാണ്. ഉണങ്ങിയ ചാണകമാണ്. അതൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ പ്യൂരിഫൈ ആവുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ചാണകം ഉണക്കി ചെറിയ ചെറിയ കണ്ടില്ലേ ഒരു വട പോലത്തെ ചെറിയ പോലെ ആക്കി നടുക്കൊരു ഹോൾ ഇട്ടിട്ട് മാലയാക്കിയിട്ടാണ് അത് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട്. വെള്ളം ഇവിടെ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഭോഗി ഫെസ്റ്റിവൽ. ഇനി അടുത്ത നമുക്ക് സംക്രാന്തി ഫെസ്റ്റിവലിനെ കുറിച്ച് കാണാം അടുത്ത വീഡിയോയിൽ.